ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ് ഗൈസ്. കാരണം ഇന്ന് പ്രസവത്തിന് പോയ ചേച്ചിയും കൊച്ചിനും വീട്ടിലോട്ട് വരുവാണ്. കൊച്ചായി കഴിഞ്ഞ് ഇതുവരെ കൊച്ചിനെ കണ്ടില്ലായിരുന്നു ഗൈസ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. ആദ്യമായിട്ട് കാണുന്നോണ്ടാകത്തില്ല, കൊച്ചെന്നെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടായിരുന്നു. മമ്മിയാണെങ്കിൽ ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കുന്നതാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ കുറെ നേരം സംസാരിച്ച് ഉച്ചയായി ഗൈസ്. ഓണത്തിനോ വാഴയിലോ സദ്യയൊന്നും കിട്ടിയില്ല. എന്തായാലും ഇന്ന് നമുക്ക് വാഴയിലെ തന്നെ ഒരു പിടിയങ്ങ് പിടിക്കാം. ഇവിടെ വല്യമ്മയാണെങ്കിൽ ചോറ് കൊടുക്കുന്ന ധൃതിയിലും പകുതി ജ്യൂസ് എടുത്ത് കുടിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. പച്ചടി കിച്ചടി ഒന്നും ഇല്ലെങ്കിലും കോഴിയും ബീഫൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ അതൊരു യുദ്ധക്കളവായിരുന്നു ഗൈസ്. പിന്നെ അവിടെ എന്തൊക്കെയാണ് നടന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. നമ്മുടെ വാവാച്ചിക്കുട്ടി ഇവിടെ സിനിമയും കണ്ടുകൊണ്ടിരിക്കുക. അന്നേരത്തേക്ക് 3 മാസമുള്ള കൊച്ചിനോട് വലിയ പപ്പടം വേണോ മോളേന്ന് ചിരിക്കാതിരിക്കുന്ന എങ്ങനെയല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞ് കൊച്ചിന് തൊട്ടില് സെറ്റ്. എന്തായാലും തൊട്ടില് കൊണ്ടേ കൊച്ചിനെ കൊണ്ടേ കിടത്തി. പിന്നെ ആട്ടൽ കണ്ണും മുഴിപ്പിച്ച് നോക്കുന്നതല്ലത് കൊച്ചെവിടെ ഇറങ്ങാൻ. പിന്നെ നമ്മൾ ചേട്ടനെ വീഡിയോ കോൾ ചെയ്ത് എല്ലാം ഒന്ന് കാണിച്ചു. ചേട്ടായി അറിയാനല്ലോ കുറച്ച് ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നത്. ഇനി അടുത്തതായി ചായ കുടിക്കൽ പരിപാടി. ചായ ഇല്ലാത്ത ഒരു ഫംഗ്ഷനോ? ചായ നമ്മുടെ ദേശീയ പക്ഷിയാണ്. എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു സംഭവം നടന്നത്. ആരും കാണാതെ ഒരു കവർ പൊതിയിൽ ഒരു സമ്മാനം പിടിച്ചോണ്ട് ഇങ്ങനെ പതുങ്ങി ഒരു കള്ളനെ പോലെ അതങ്ങ് വന്ന് കൊടുത്തു. ചേച്ചിയുടെ മമ്മിക്കാണ് കൊടുത്തത്. ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വില്ലമ്മയ്ക്കാണ് ഇത് നാണം വന്നു. അങ്ങനെ പിന്നെ ഇവര് പോകുന്ന സമയത്തേക്ക് ഒരു കെട്ടിപ്പിടിച്ചിലും കരച്ചിലൊക്കെ ആയി. ഇപ്പൊ കരച്ചിലൊരു നാട്ടുനടപ്പാണല്ലോ. ചായ പോലെ തന്നെ കരച്ചിലില്ലാത്ത ഏത് ഫംഗ്ഷൻ. അങ്ങനെ പിന്നെ അവരെല്ലാം പോയി നമ്മൾ ടാറ്റ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അവരങ്ങ് പോയി. അവര് മാത്രമേ പോയിട്ടുള്ളൂ. നമ്മളിവിടൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ പിന്നെയും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാരും കാണാം. അപ്പൊ ഇനി അടുത്തൊരു കിടക്കാഴ്ച കാണുന്നവരെ ബൈ ബൈ.